വെട്ടിച്ചിറ ടോൾ ഒഴിവാക്കിയിട്ട് എങ്ങനെ പോകാമെന്ന് ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത്. ദീർഘദൂര യാത്രക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അടുത്തുള്ള ലോക്കൽ യാത്രക്കാർക്ക് വേണ്ടിയിട്ടുള്ളതല്ല. അടുത്തുള്ള ലോക്കൽ യാത്രക്കാർക്ക് എങ്ങനെ പോകണം എന്നുള്ളത് ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. ഇത് ദീർഘദൂര യാത്രക്കാർക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ പുത്തനത്താണിയിൽ എക്സിറ്റ് എടുത്തിട്ട് സർവീസ് റോഡ് കീപ്പ് ചെയ്തിട്ട് നേരെ ഓവർ ബ്രിഡ്ജിൻ്റെ നേരെ പോയിട്ട് റൈറ്റ് എടുത്തിട്ട് നേരെ കാണുന്ന പഴയ റൂട്ടിലേക്ക് പ്രവേശിച്ചിട്ട് ആണ് നിങ്ങൾ പോകേണ്ടത്. ഇത് പുത്തനത്താണി ടൗണാണ്, നല്ലൊരു കീപ്പ് ആൻഡ് കാം ടൗണാണ്. നിങ്ങൾക്ക് നിസ്കരിക്കാൻ പള്ളികളുണ്ട്, ഷോപ്പിംഗ് നടത്താൻ ഷോപ്പിംഗ് കോംപ്ലക്സുകളുണ്ട്, അതുപോലെ ഡ്രസ്സ് എടുക്കാൻ നല്ല ടെക്സ്റ്റൈൽസ് ഉണ്ട്, ഫുഡ് കഴിക്കാനും നല്ല റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ പുത്തനത്താണി ടൗണൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മൾ നേരെ ഇങ്ങനെ പോകുമ്പോൾ ഈ ലെഫ്റ്റ് കീപ്പ് ചെയ്തിട്ട് വീണ്ടും സ്ട്രൈറ്റ് പോകുമ്പോൾ ഇവിടെ ഒരു പള്ളി കാണാം. അവിടുന്ന് നമ്മൾ ലെഫ്റ്റ് റോഡ് നേരെ പോകുന്നു. ആ റോഡ് നേരെ പോകുന്നത് തിരുനാവായക്കാണ്. തിരുനാവായ ജംഗ്ഷനിൽ നമ്മൾ ലെഫ്റ്റ് എടുത്തിട്ട് കുറ്റിപ്പുറത്തേക്ക് കയറുന്നു. കുറ്റിപ്പുറത്ത് നമ്മൾ വീണ്ടും ഹൈവേയിലേക്ക് എൻട്രി എടുത്തിട്ട് നമുക്ക് നേരെ പോകാവുന്നതാണ്. ഇത് കിലോമീറ്ററുകളൊന്നും വ്യത്യാസമൊന്നുമില്ല, സെയിം കിലോമീറ്ററാണ്. പിന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് പോവാം. വെട്ടിച്ചിറ ടോൾ ഒഴിവാക്കിയിട്ട് പോകാം. വെട്ടിച്ചിറ ടോൾ എന്ന് പറഞ്ഞാൽ അത് ടോളല്ല, അത് പകൽക്കൊള്ളയാണ്. അത് ഒഴിവാക്കി പോകാൻ പറ്റിയ വഴിയാണ് ഈ പറഞ്ഞു വന്നത്. ഇനി നിങ്ങൾ ഈ തൃശ്ശൂർ എറണാകുളം ഭാഗത്തു നിന്ന് വരുന്നവരാണെങ്കിൽ കുറ്റിപ്പുറത്തുനിന്ന് എക്സിറ്റ് എടുത്തിട്ട് നമ്മൾ നേരെ തിരുനാവായ റോഡിലേക്ക് ലെഫ്റ്റ് പ്രവേശിക്കുന്നു. തിരുനാവായത് നമ്മൾ നേരെ തിരുനാവായ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് എടുത്താൽ നമ്മൾ നേരെ വീണ്ടും ഈ പുത്തനത്താണിയിലേക്ക് എത്തുന്നു. പുത്തനത്താണി നമ്മൾ ബൈപ്പാസ് വഴി നേരെ ജംഗ്ഷൻ ആ പള്ളിയുടെ മുമ്പിലേക്ക് എത്തിയിട്ട് വീണ്ടും ലെഫ്റ്റ് എടുത്തിട്ട് നേരെ പോയാൽ പഴയ റൂട്ടിലേക്ക് പ്രവേശിക്കും. അവിടെ നമുക്ക് ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട് ഫുഡ് കഴിക്കാൻ. അവിടെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വീണ്ടും ഹൈവേയിലേക്ക് എൻട്രി എടുത്തിട്ട് നേരെ കോഴിക്കോട് ഭാഗത്തേക്ക് പോകാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വഴിയാണ് നമ്മൾ ദീർഘദൂര യാത്രക്കാർ പോകേണ്ടത്. ഇത് പോകുമ്പോൾ നിങ്ങൾക്ക് ബ്ലോക്ക് ഉണ്ടാവില്ല, നല്ല വലിയ റോഡാണ്, സിമ്പിളായിട്ട് പോയിട്ട് വരാവുന്നതാണ്. കിലോമീറ്റർ ഒന്നും ഒരു വ്യത്യാസം ഉണ്ടാവില്ല. പരമാവധി വെട്ടിച്ചിറ ടോൾ ഒഴിവാക്കിയിട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഇനി അടുത്തുള്ള യാത്രക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ചൂസ് ചെയ്യാൻ പറ്റിയ വഴി കരിപ്പോൾ പട്ടർക്കല്ല് വെട്ടിച്ചിറ റോഡാണ്. തിരിച്ച് വരുമ്പോഴും അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴും ഈ റോഡാണ് നല്ലത്. വെട്ടിച്ചിറയിൽ നിന്ന് കൂടശ്ശേരിപ്പാറ റോഡ് എടുത്തിട്ട് ലെഫ്റ്റിലേക്ക് പട്ടർക്കല്ല് എടുത്തിട്ട് അവിടുന്ന് വീണ്ടും പട്ടർക്കല്ല് ജംഗ്ഷനിൽ നിന്ന് വീണ്ടും ലെഫ്റ്റിലേക്ക് എടുത്തിട്ട് കരിപ്പൂളിലേക്ക് എത്തുന്ന വഴിയാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല വഴി. മറ്റുള്ള ചെറിയ റോഡുകളൊന്നും നമ്മൾ ആശ്രയിക്കരുത്, അത് അവർക്ക് ബുദ്ധിമുട്ടാണ്, അവിടെയുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടാകും. ചിലരൊക്കെ ഈ കുന്നുംപുറം കേട്ട് റോഡിലൊക്കെ കയറിയിട്ട് ഭയങ്കരമായിട്ട് ബ്ലോക്ക് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ പരമാവധി ഈ കരിപ്പോൾ പട്ടർക്കല്ല് റോഡാണ് ചൂസ് ചെയ്യേണ്ടത്. ദീർഘദൂര യാത്രക്കാർ പുത്തനത്താണി തിരുനാവായ കുറ്റിപ്പുറം റൂട്ടാണ് ചൂസ് ചെയ്യേണ്ടത്. അപ്പം പരമാവധി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.